പ്രേംകുമാർ പറഞ്ഞ ഒരു വിമർശനത്തെ ആ നിലയിലായിരുന്നു കാണേണ്ടിയിരുന്നത്. ഇതിപ്പോ ഇയാൾക്ക് അങ്ങ് ഭയങ്കര വലിയ സംഘടന ആക്രമണം പോലെ. പ്രേംകുമാർ പറഞ്ഞത് അങ്ങയുടെ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പറഞ്ഞത്. ആതിരക്കുള്ളിലുള്ള രാവിലെ മേനിയിൽ ചന്ദനച്ചാറ് തളിച്ചതാരോ, ആതിരത്തെന്നലോ ആവണിപ്പൂക്കളോ, ആത്മസഖി നിന്റെ നയനങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ക്ലൈമാക്സ് കണ്ടിട്ടില്ല, കാണുകയില്ല. അതുപോലെ ഞാൻ ആ സന്ദർഭം എന്നുള്ളൊരു സരിതയുടെ ഒന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ജോഷിയുടെ പുള്ളിക്ക് സിനിമയോട് ഭയങ്കര കമ്പമായിരുന്നു. അന്ന് പുള്ളി സ്ഥിരമായിട്ട് എല്ലാ സിനിമാ മാഗസീനുകളും, സിനിമാ മാസിക, ചിത്രരമ, സിനിരമ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാസികകൾ ഇറങ്ങി, അരുണ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാസികകൾ, പിന്നെ എല്ലാ സിനിമയുടെയും നോട്ടീസുകൾ. അന്നൊക്കെ ഈ ഒരു വണ്ടിയിലല്ല, ഇങ്ങനെ ഒരു പോസ്റ്റർ ഇങ്ങനെ വടിയെ കുത്തിയിട്ട് ഒരു പടം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിടിച്ചിട്ട് ഒരാൾ വരും. തിരുനെല്ലിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകായിരുന്നു, എറണാകുളത്താണല്ലോ. അപ്പോൾ മിക്കവാറും ദിവസം അവിടെ തന്നെ ആയിരിക്കും, പോയി കറങ്ങി തിരിഞ്ഞ് അവിടെ ചെല്ലും, വൈകുന്നേരം അവിടെ പിന്നെ കുറേ വർത്താനം ഭാവി മാത്രമേ വായിച്ചാൽ. അപ്പോൾ ഞാനും അനിയനുണ്ടാവും, അല്ലെങ്കിൽ അതിനായിട്ട് മദ്രാസിലേക്ക് പോയി. നിങ്ങൾ തുടങ്ങിയത് ശമനതാളത്തു നിന്നാണ്. അന്നത്തെ പോലെയല്ല ഇന്നത്തെ സീരിയലിന് വലിയ മാറ്റം. അതിങ്ങനെ നീണ്ടു പോവാണ്, പാമ്പിനെ പോലെ നീണ്ടു പോവാണ്, അതിനേക്കാളും അങ്ങ് പോവാണല്ലോ. റെയിൽവേ ട്രാക്ക് പോലെയാണ്. നിങ്ങൾ എവിടെ തുടങ്ങി ഏകദേശം ഒരു ഘട്ടം കഴിയുമ്പോഴും നിങ്ങൾ ആശുപത്രി മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഒരേ സീരിയൽ തന്നെ. ഇത് പിന്നെ പല രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൻഡോസൾഫാനാണ് സീരിയൽ എന്ന് പറഞ്ഞത്. ഈ ഘടന കൊണ്ടല്ല, അതിലെ ഉള്ളടക്കം ആരാ, നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ തന്നെയാണ് പറയുന്നത്, പ്രേംകുമാർ, നിങ്ങളെ സഹപ്രവർത്തകൻ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കുറച്ച് സീരിയലിനെ നിങ്ങൾ എങ്ങനെയാണ് ഗൗരവത്തിൽ ഈ വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്, സീരിയലിന്റെ ഉള്ളടക്കത്തെ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഈ സീരിയൽ കാണുന്ന ഒരു വിഭാഗമാണ്, സിനിമ കാണുന്ന വേറൊരു വിഭാഗം ആളുകൾ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടാണ് ഇവിടെ വിഷയം. ആളുകൾക്കത് കാണാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സീരിയലിലൊക്കെ ഈ സ്ത്രീകളെല്ലാം ഉടുത്തൊരുങ്ങി പട്ടുസാരി ഉടുത്ത് കിടന്നുറങ്ങുന്നു, രാവിലെ എണീറ്റ് പട്ടുസാരി ഉടുത്ത് കിടന്നുറങ്ങുന്നു, അലക്കാൻ പോകുമ്പോഴും കുളിക്കാൻ പോകുമ്പോഴും മുറ്റടിക്കുമ്പോഴും പട്ടുസാരി ഉടുക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഇവരുടെ ആഭരണങ്ങളും സാരികളൊക്കെ കാണാൻ താല്പര്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ വെക്കണം. അല്ലേ, അവർക്ക് ഇതിനെക്കുറിച്ച് ഈ നേറ്റിവിറ്റിയെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടല്ലല്ലോ സിനിമക്കാരും സീരിയലുകാരും അങ്ങനെ ചെയ്യുന്നത്. അവർക്കറിയാം ഇതാണ് ആളുകൾക്ക് കാണാൻ താല്പര്യം, അല്ലെങ്കിൽ അതുപോലുള്ള വിഷയങ്ങളാണ് ആളുകൾക്ക് കാണാൻ താല്പര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ 46ഓളം സീരിയലുകളുടെ ഷൂട്ട് നടക്കണമെന്ന് എന്നോട് ഒരു പാർട്ടി പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ 8-10 മലയാളം ചാനലുകളിലേക്ക് സീരിയലുകളുടെ ഷൂട്ട് നടക്കുമ്പോൾ 10-45 സീരിയലിൻ്റെ ഷൂട്ടിങ് ഡെയിലി നടക്കുന്നുണ്ട്. ഒരു സീരിയലിന് 10 ആർട്ടിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു 450-460 പേര് അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതൊക്കെ കുറേ ആളുകളുടെ ജീവിത പ്രശ്നം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചത്, ഇപ്പം അങ്ങനെ കുറച്ച് കൂടി ഇതായിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ സിനിമകളിലെ ഒരു പരിധികളുണ്ടല്ലോ, സിനിമയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ പോകുന്നത്, ക്രിയേറ്റിവിറ്റി കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏരിയ ആയിരിക്കും സീരിയലുകളെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചതാണ്. ശമനതാളോ ദൂരദർശനിൽ വന്ന ഭാസ്കരൻ മാഷൊക്കെ ഡയറക്റ്റ് ചെയ്ത പോലെയുള്ള സീരിയലുകളൊക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചുകൂടി നല്ല നോവലുകൾ, ചെറുകഥകളൊക്കെ സീരിയലൈസ് ചെയ്ത് വരും. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി, കാരണം ഈ ക്രിയേറ്റർക്ക്, അതായത് ഡയറക്ടർക്ക്, എഴുത്തുകാരന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുന്നൊരു മേഖലയായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. അന്ന് അങ്ങനെ ആ കാലഘട്ടം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ശമനതാളമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം എഴുത്തുകാരനും ഡയറക്ടർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാറി ഇതൊരു പാറ്റേണായി. സ്ത്രീയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെ ആയി. സ്ത്രീയോടെ അത് മാറണല്ലേ, സ്ത്രീയോടുകൂടിയാണ് അത് മാറണത്. കാരണം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ, അവരുടെ സങ്കടങ്ങൾ, ഈ സ്ത്രീകൾക്ക് വില്ലന്മാരായിട്ട് വരുന്നത് സ്ത്രീകൾ തന്നെ. അങ്ങനെയുണ്ട്. ഈ അമ്മായിയമ്മ, അത് ഈ കാലത്തും എക്കാലത്തും എല്ലാ കാലത്തും അമ്മായിയമ്മ മരുമകൾ സിനിമകളൊക്കെ ഹിറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ വന്നിട്ടുള്ള സിനിമകൾ, അമ്മായിയമ്മ എന്ന് പറയുന്ന സിനിമ, നാത്തൂൻ എന്ന് പറയുന്ന സിനിമ, അധികാരം എന്ന് പറയുന്ന സിനിമ, ഇങ്ങനെ കുറേ അമ്മായിയമ്മ നാത്തൂൻ പോലും സിനിമകൾ വന്നിട്ടുള്ളതൊക്കെ സൂപ്പർ ഹിറ്റുകളാണ്. ഇന്നും വിൽക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ഈ ബന്ധങ്ങളുടെ ഒരു ഇത് പറയുമ്പോൾ, ഇപ്പോൾ പുഷ്പ നമ്മൾ ഒരുമിച്ച് കണ്ടത്, നമ്മൾ ഒരുമിച്ച് കണ്ടപ്പോൾ നമ്മളൊരു തെലുങ്ക് സിനിമ കാണുന്നു എന്നുള്ള ഇതിൽ കണ്ടു. ഇവിടെ മലയാളത്തിൽ അതിനെപ്പറ്റി പറയാൻ ഇനി ഒന്നുമില്ല. അവരുടെ പാസം അങ്ങനെ പാസം ഇങ്ങനെ പാസം എന്നൊക്കെ പറയും. അത് അവരുടെ സിനിമയല്ലേ. നിങ്ങളോട് നിങ്ങൾ ഒരു പക്ഷേ നമ്മൾ തെലുങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഫീൽ ചെയ്യാല. നമ്മളിത് മലയാളത്തിലേക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതെന്തൊക്കെ ഈ കാട്ടിക്കൂട്ടണം എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള കാര്യം. ഇത് അവർ ഉണ്ടാക്കുന്ന സിനിമ, അവരുടെ രാജ്യത്ത് കളിക്കുന്ന കാര്യങ്ങൾ, അത് അവരുടെ ആൾക്കാരെ ആസ്വദിക്കുന്നു. നമ്മുടെ ആസ്വാദനവും വ്യത്യസ്തമായതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ സംഭവം എല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ മൂല്യച്യുതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ
ഇതിനെ അങ്ങനെ കണ്ടാൽ മതി ഒന്ന് ഇരു കൂട്ടരും, അതായത് ഇത് വിമർശനം ഉന്നയിക്കുന്നവരുടെ വിമർശനത്തെ ആ ഗൗരവത്തിൽ കാണും, തിരിച്ചുള്ളവരും ഈ എക്സ്ട്രീമിലേക്ക് പോകാണ്ട് ഇത് അങ്ങനെ കണ്ടങ്ങ് മുന്നോട്ട് പോയാൽ എല്ലാ കാലത്തും. കാരണം ഇതിപ്പോ ഒരു സീരിയലും ആളുകൾ സീരിയസ് ആയിട്ട് അവിടെ വന്നിരുന്നിട്ട് അയ്യോ സമയം അങ്ങനെ ഇരുന്ന് കാണുന്നവർ, നമ്മൾ റേഡിയോ കേൾക്കുന്ന ഒരു ഫീൽ, റേഡിയോയിലെ പരിപാടികൾ നമ്മൾ റേഡിയോയുടെ മുമ്പിൽ പോയിരുന്ന് കേൾക്കുന്നില്ലല്ലോ. ഇത് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ആൾക്കാർ സീരിയലിൽ ഒന്ന് നോക്കും, പിന്നെ എന്തെങ്കിലും അച്ചിങ്ങ ഇതാക്കും, പിന്നെ മുരിങ്ങൊക്കെ വരയ്ക്കും, പിന്നെ ഇതാക്കും, അതിനിടയ്ക്ക് ഇങ്ങനെ നോക്കും. അങ്ങനെ അല്ല ഒരു ദിവസം 2 ദിവസം സീരിയൽ മിസ്സായി എന്ന് വെച്ചിട്ട് ആൾക്കാർ അയ്യോ അതിൻ്റെ കഥ എന്താ എന്ന് ചോദിക്കുന്ന ആളുകൾ വളരെ പല സീരിയൽ ഇന്ന് കണ്ടാലും നാളെ കാണുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വലിയ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ സർക്കാരും ജനങ്ങളും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ടുന്ന ഒരു ഏരിയയാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം മതി എന്ന് തീരുമാനിക്കും. അല്ല, അത് പ്രായോഗികമല്ല. എല്ലാ കാലത്തും ഈ സീരിയലിന്റെ ഉള്ളടക്കം സമീപകാലത്ത് വിമർശനങ്ങളായിട്ട് വരുന്നുണ്ട്. സിനിമയുടെ നിരന്തരം നമ്മളിപ്പോ സിനിമയുടെ പാട്ടുകളെ കുറിച്ച് ടി.പി. ശാസ്ത്രമംഗലം എന്താ പറഞ്ഞു. അക്കൂട്ടത്തില് പ്രേംകുമാർ പറഞ്ഞ ഒരു വിമർശനത്തെ ആ നിലയിലായിരുന്നു കാണേണ്ടിയിരുന്നത്. ഇതിപ്പോ ഇയാൾക്ക് അങ്ങ് ഭയങ്കര വലിയ സംഘടന ആക്രമണം പോലെ പ്രേംകുമാർ പറഞ്ഞത് അങ്ങേരുടെ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പറഞ്ഞത്. കാരണം അതിൽ ഇത് മാറിയിട്ട് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള സാധനം വരണമെന്ന് ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കും അയാൾ പറഞ്ഞത്. അപ്പോൾ അതല്ലാതെ ഇപ്പം നമ്മൾ ഈ സിനിമ നമ്മൾ കാണുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകൾ, ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് കാണാം. നന്നായിരിക്കും, മനോഹരമായിരിക്കും. നമുക്ക് തോന്നിയ സിനിമകളെ പറ്റി ചാനലിൽ ഇരുന്നിട്ട് ആൾക്കാർ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ജുഗോന്റെ മരുന്നൊക്കെ ഈ പറയണം. അത് അവരുടെ ആസ്വാദനത്തിന്റെ വ്യത്യാസമുണ്ട്. ഒരു പുസ്തകമോ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു സിനിമയെ ആസ്വദിക്കുന്ന പോലെ ആയിരിക്കില്ല മധു ആസ്വാദനത്തിന്റെ വ്യത്യാസം ഉണ്ടാകും. അതൊക്കെ തന്നെ ആയിരിക്കും ഇതിന്റെ വിഷയം. സിനിമയിലും തന്നെ ഇപ്പം വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ഒരു 25 കൊല്ലമുള്ള സിനിമ ഇന്ന് കാണുമ്പോൾ നമുക്ക് സമൂഹം മാറിയിട്ടുണ്ടാവും. വിമർശനങ്ങൾ വരുന്നതും തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങളാണ് അതിന്റെ ഒരു ഭാഗം. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം. ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ OTT-യിൽ കണ്ടപ്പോൾ നമ്മൾ ഇതത്ര അത് തിയേറ്ററിൽ കണ്ടപ്പോൾ രസം ഉണ്ടാകുന്നില്ല. പിന്നെ എന്ത് പറ്റി? ഈ മീഡിയയുടെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ കാണുമ്പോൾ. ചില തിയേറ്ററിൽ ഇഷ്ടപ്പെടാത്ത സിനിമ നമുക്ക് OTT-യിൽ കാണുമ്പോൾ ഇത് കൊള്ളാവില്ല, പിന്നെ എന്ത് പറ്റി തിയേറ്ററിൽ ഇത് ഓടിയില്ലല്ലോ എന്ന് ചിന്തിക്കും. അതാണ് അതിൻ്റെ ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാടും ആസ്വാദനത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ അങ്ങനെ തന്നെ. നമുക്ക് ചില സീരിയലുകളുടെ ക്ലിപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് നല്ല സീനാണുള്ളതാണ്. മൊത്തത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് വേറെ അഭിപ്രായം ഉണ്ടാകും. പക്ഷേ ഇത് കാണുന്നവർക്ക് ഇതൊന്നും വിഷയമൊന്നുമില്ല, അവരത് കണ്ടുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം. മുമ്പ് മമ്മൂട്ടിയെക്കുറിച്ച് ദൂരദർശനിൽ വന്ന ഒരു ഡോക്യുമെൻ്ററി വെള്ളത്തോളിൻ്റെ ശബ്ദം കേട്ട് ആ ഡോക്യുമെൻ്ററിൽ കാണിച്ചൊരു ചിത്രം എനിക്കിപ്പോൾ വലിയ കൗതുകം ഉണ്ടാക്കിയ ഒരു ചിത്രം. നിങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ടത് അതിനകത്ത് നിങ്ങൾ ആ വീഡിയോയിൽ ഉണ്ട്. ചെറുപ്പം കൊച്ചു ഇതെന്താ ഈ ഒരു ഓർമ്മ എന്താ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മദ്രാസിൽ, അപ്പോൾ ഈ ചക മദ്രാസിലേക്ക് താമസം മാറി. ഇവിടെ കേരളത്തിൽ നിന്ന് മദ്രാസിലേക്ക് താമസം മാറ്റി അടയാർ താമസിക്കുക. ആ സമയത്ത് അടയാർ താമസിക്കുന്ന സമയത്ത് മൂപ്പര വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മദ്രാസ് വീട്ടിലൊക്കെ പോവുകയാണ്. ഈ എറണാകുളത്ത് താമസിക്കുന്നത് പനമ്പള്ളി നഗറിലാണ് താമസിച്ചിരുന്നത്. പനമ്പള്ളി നഗറിൽ താമസിച്ചിരുന്നപ്പോൾ ഗിരിനഗറിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകുമായിരുന്നു. എറണാകുളത്താണല്ലോ. അപ്പോൾ മിക്കവാറും ദിവസം അവിടെ തന്നെ ആയിരിക്കും. പോയി കറങ്ങി തിരിഞ്ഞ് അവിടെ ചെല്ലും, വൈകുന്നേരം അവിടെ പോയിരുന്ന് കുറേ വർത്താനൊക്കെ പോയിട്ട് ഭാവി മാത്രമേ ഉള്ളൂ ചകയില്ലല്ലോ. അപ്പോൾ ഞാനും അനിയനുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ മദ്രാസിലേക്ക് പോയി. മദ്രാസിലേക്ക് പോയി പിന്നെ നമുക്ക് ഒരുപാട് ദൂരമായി പോയി. ഇപ്പോൾ ഡെയിലി പോകാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് അങ്ങ് പോകും. പോയിട്ട് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ അവിടെ പോയിട്ട് നിൽക്കും. അങ്ങനെ നിന്ന സമയത്താണ് ഈ ദൂരദർശൻ്റെ ഈ ഡോക്യുമെൻ്ററി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം അപ്പോൾ കുറച്ച് ലൈവ് ഇതായിട്ടുള്ള സാധനം വേണമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ എടുത്തത്. അപ്പോൾ ഞാനുണ്ട്, അനിയനുണ്ട്, മക്ബൂലും ദുൽഖറും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ വളർന്ന് ഇപ്പോൾ ദുൽഖർ തെന്നിന്ത്യയിൽ തന്നെ ബോളിവുഡിൽ വരെ പ്രധാനപ്പെട്ട ആള്. ഇപ്പം ലക്കി ഭാസ്കറിലൂടെ മറ്റൊരാൾക്ക് സാധിക്കാത്ത ഇതാണ് തെലുങ്ക് സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വരുന്നത്. അല്ല, അവിടെ ഈ മക്കൾ മാത്രമേ ഉള്ളൂ. മക്കള് രാഷ്ട്രീയക്കാര്. ഞാൻ ഈ തെലുങ്ക് സിനിമയുടെ ഒരു പ്രാഥമികമായി ഒന്ന് പഠിച്ചു നോക്കിയപ്പോൾ അല്ലാത്ത ആരുമില്ല. അല്ല, പുറത്തുനിന്ന് ആരുമില്ല. വന്ന ചിരഞ്ജിയുടെ ഫാമിലി, രാജ്കുമാറിന്റെ ഫാമിലി, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ ദുൽഖറിന്റെ ഒക്കെ വളർച്ച എങ്ങനെയാ കാണുന്നത്? നിങ്ങളിപ്പോ ചെറുപ്പത്തിലെ കൂടെ കണ്ട് വളർന്ന ആളല്ല. ഇവരൊക്കെ എന്തുകൊണ്ട് ഇപ്പൊ മക്ബൂലും ദുൽഖറും ഒക്കെ സിനിമയിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, അവർ കണ്ടു വളർന്ന ഇതാണല്ലോ. പേര്, പ്രശസ്തി, ആളുകൾ അംഗീകരിക്കുന്നു, അതൊക്കെ കാണുമ്പോൾ അവർക്കും തോന്നും. സ്വാഭാവികമായിട്ടും പിള്ളേർക്കും തോന്നില്ല. അത് നല്ലൊരു അത് എല്ലാവർക്കും തോന്നിയില്ല, ഇവർക്ക് രണ്ടുപേർക്കും തോന്നി. മക്ബൂലിനും ദുൽഖറിനും തോന്നി. മക്ബൂൽ ഇപ്പം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഇപ്പോൾ എല്ലാം. അപ്പം ഞാനും എന്തുകൊണ്ട് സിനിമയിൽ വലിയ ആളായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഇല്ല. ഇതൊക്കെ ഭാഗ്യം, നമ്മൾ ദൈവാനുഗ്രഹം, ഇതൊക്കെ ഇതിൽ പെടും. അതൊക്കെ ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.
അത് നമ്മളൊന്നും മോശം ആൾക്കാരായതുകൊണ്ടല്ലല്ലോ. ഇപ്പോൾ മക്ബൂലിനും ഈ പടങ്ങൾ വരണ ഈ മെയിൻ ലൈം ലൈറ്റിലേക്ക് വരാൻ അത് ഒരു സമയം ഉണ്ടാവും, ആ സമയത്ത് വരും. പക്ഷേ ഇപ്പോഴും നമുക്കിപ്പോൾ ഈ ചകട സിനിമ കാണുമ്പോൾ ദുൽഖറിൻ്റെ സിനിമ, ഞാൻ ഈ ലക്കി ഭാസ്കർ ഒരു ഘട്ടം വരുമ്പോൾ ചെയ്യുമ്പോൾ പിടിക്കപ്പെടുമെന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ, അവളെ ഓഫ് ചെയ്തു സിനിമ. എനിക്ക് ടെൻഷനായി, ഇത് കുഴപ്പമാവും, രാത്രി കണ്ടാൽ ശരിയാവില്ല, നാളെ രാവിലെ ബാക്കി കണ്ടോളാം. കാരണം നമുക്ക് അത്രയും ടെൻഷൻ, ആൾക്കാരുടെ കൂടത്തിരുന്ന് കാണുമ്പോൾ അത്രയും ടെൻഷൻ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഈ ചക്കയുടെ സിനിമകൾ കാണുമ്പോഴും, ഇപ്പോൾ ദുൽഖറിൻ്റെ സിനിമ, മക്ബൂലിൻ്റെ, മമ്മൂട്ടിയുടെ സിനിമ കാണുമ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ ചക്കട ടർബോ സിനിമ കണ്ടാൽ ആർക്കെങ്കിലും കരച്ചിൽ വരുമോ? പക്ഷെ ഞങ്ങൾക്ക് കരച്ചിൽ വരും. പക്ഷേ അതിലൊരു സീൻ കരയും. അതുണ്ട്. അതല്ലാതെ തന്നെ ഈ കോമഡി സിനിമകൾ കണ്ടാൽ നമുക്ക് സങ്കടം വരും. സങ്കടം എന്ന് വെച്ചാൽ നമ്മൾ പുള്ളിയെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇലക്ട്രിക് പാസ് ഉണ്ടല്ലോ, കഥാപാത്രത്തിന് മുകളിൽ ആ വ്യക്തി ഇങ്ങനെ കാണും, ആ കാണുമ്പോൾ ഉള്ളൊരു ഫീലാണ് നമ്മൾ. മനസ്സിലായില്ലേ? ഇവരൊക്കെ നമ്മളെ ഈ നിങ്ങളെ ഇപ്പൊ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അല്ലാത്തവരെ പോലും മലയാളിനെ സംബന്ധിച്ചിപ്പം എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, MT വാസുദേവൻ നായർ, സുകുമാർ അഴീക്കോട് ഏതെങ്കിലും വിധത്തിൽ കണക്ട് ആണ്. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആദ്യം 4ാം ക്ലാസ് പഠിക്കുമ്പം എൻ്റെ വെള്ളാട്ട് സ്കൂളിൽ നിന്ന് ഞങ്ങളെ വടക്കൻ വീരഗാഥ സിനിമ കാണിക്കാൻ വേണ്ടി തിയേറ്ററിൽ കൊണ്ടുപോയതാണ്. KMK ടാക്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പാക്കനാറോ KMK ആണെന്ന് ഓർമ്മയില്ല. അതുപോലെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ UP സ്കൂൾ പഠിക്കുമ്പോഴാണ് അമരം ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ പറയാണ്ട് സിനിമ കാണാൻ പോയത്, പാക്കനാറിൽ സിനിമ കാണാൻ പോയത്. അമരം അന്ന് മാക്സിമം കിട്ടേണ്ടതെല്ലാം അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിയിട്ടില്ല, അച്ഛൻ നോക്കിപ്പോയിട്ടു. അപ്പൊ ഇങ്ങനെ നമ്മളെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പല രീതിയിൽ അത് ഈ പറഞ്ഞ വ്യക്തിത്വങ്ങൾക്ക് ഇടപെടുന്നുണ്ടല്ലോ. അങ്ങനെ ഒരാളെന്നുള്ളതിൽ നിങ്ങളെ വളർച്ചയിലും ഇതിങ്ങനെ ഒരു വ്യക്തിത്വം നിഴലായിട്ടുണ്ടാവില്ലേ? അത് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ നമ്മൾ പല ചായക്കട തട്ടുകടയിൽ നിന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരിക്കൽ പിന്നെ കേരള യൂണിവേഴ്സിറ്റിന്റെ മുമ്പിൽ ഇരുന്നിട്ട് തട്ടുകടയിൽ നിന്ന് കുടിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഞാൻ ഇവിടേക്ക് ഒന്ന് ചായ ഒന്ന് ചോദിക്കും. നേരെ കുറച്ച് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു, നമ്മൾ വേറൊരു വലിയ ഹോട്ടലിൽ പോയാൽ അയാൾക്ക് എന്താ മമ്മൂട്ടിയുടെ അനിയല്ലേ എന്ന് വലിയ ഹോട്ടലിൽ പോയാൽ പറയും. ഇത് നിങ്ങളെ സംഘർഷത്തിലാക്കിയിട്ടുണ്ടോ? ഇത് നമ്മള് സംഘർഷം, നമ്മള് ഈ പറഞ്ഞ പോലെ ഈ സിനിമ അതൊരു വലിയ സംഭവമുണ്ട് ഞങ്ങളുടെ ലൈഫിൽ. സിനിമ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സിനിമ വന്നത്? കാരണം ഞങ്ങൾ താമസിക്കുന്നത് ചെമ്പ് എന്ന് പറയുന്ന ഒരു കുഗ്രാമം എന്ന് വെച്ചാൽ ഉൾനാടൻ ഗ്രാമം, അതായത് മത്സ്യത്തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ, വേമ്പനാട് അതിൻ്റെ തീരത്താണ്. അപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള 2 വീടുകൾ, ഞങ്ങളുടെ വല്ലിപ്പാട ഒരു കസിൻ താമസിക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ, അതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ പാണപറമ്പ്, കാട്ടാമ്പള്ളി 2 വീടുകളാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് മുഴുവൻ മത്സ്യത്തൊഴിലാളികളാണ്. ഈ ചെറിയ കുടിലുകൾ അവർ പാചകം ചെയ്യുന്നതെല്ലാം മുറ്റത്തിട്ടിട്ട്, അപ്പോൾ സന്ധ്യ ആകുമ്പോൾ നമുക്കിങ്ങനെ ഉത്സവപ്പറമ്പ് പോലെ ഫീൽ ചെയ്യാം. കാരണം എല്ലാ വീടിൻ്റെ മുറ്റത്തും ഇങ്ങനെ പാചകം ചെയ്യുന്ന തീ കത്തിലും അവിടുത്തെ വർത്താനവും ബഹളവും ഒച്ചയും തല്ലുപിടുത്തവും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചാണ് ഞങ്ങൾ വളരണം. ആ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ സിനിമയിലെത്തി എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അപ്പോൾ വളരെ ഓർത്തഡോക്സാണ്. വീട്ടിൽ എല്ലാം നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഞങ്ങൾക്കെല്ലാം കൃത്യമായ മദ്രസ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ മതപരമായ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി നമുക്കുണ്ട്. നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഞങ്ങളതിന് ട്രെയിൻഡുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സിനിമയിൽ വന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് സെൻറ്റ് തോമസ് ചർച്ചുണ്ട്. അവിടെ എല്ലാ തോറാന പെരുന്നാളുണ്ട്. ജൂലൈ 3-ാം തീയതി പെരുന്നാളുണ്ട്, പള്ളി പെരുന്നാളുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ അമ്പലമുണ്ട്, ഭഗവതി ക്ഷേത്രമുണ്ട്, ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. ഈ 2 അമ്പലത്തിലും ഉത്സവമുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ കാഞ്ഞിരമുറ്റം, അതായത് ചെമ്പിൽ നിന്ന് കുറച്ച് ദൂരം പോകണം, അവിടെ കാഞ്ഞിരം എടുത്ത് ഉറൂസുണ്ട് പള്ളിയിൽ. ഇതിനെല്ലാത്തിനും ഞങ്ങളെ വാപ്പ കൊണ്ടുപോകും. എല്ലാ ഉത്സവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ ഉത്സവങ്ങൾക്കും ഞങ്ങളെ കൊണ്ടുപോകും. ഉത്സവത്തിൻ്റെ പരിപാടി കാണാൻ, അന്ന് ബാലയൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുക, കുത്തിരുന്ന് ഉറക്കം തോന്നും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ ഒരു ഉത്സവപ്പറമ്പിൻ്റെ ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. ഉത്സവപ്പറമ്പെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഉത്സവം വെച്ചാൽ ഈ കൊയ്ത്ത് കഴിഞ്ഞ്, മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കുമ്പത്തിലേക്ക് ആകുമ്പോൾ പാടം നിരത്തി, ആ പാടത്താണ് ഉത്സവം നടക്കുന്നത്. ആ പാടത്ത് ഇങ്ങനെ ഇപ്പോഴും മനസ്സിലായി ഇങ്ങനെ കുളിരുള്ള ഓർമ്മകളാണ്. നമ്മൾ ശരിക്കും അങ്ങനെ നിങ്ങളെല്ലാവരും നമ്മൾ കളിച്ച് കാണുന്ന നമ്മുടെ കൂട്ടുകാരത്ത് ഇങ്ങനെ കാണുന്ന ആ ബലൂണിൻ്റെ മണം, അവിടുത്തെ പലഹാരങ്ങളുടെ മണം, ആ ഉത്സവപ്പറമ്പിലുണ്ടാകുന്ന ആ അമ്പലത്തിൻ്റെ ചുറ്റും നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഈ എണ്ണ കത്തുന്നതും കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു ഗന്ധമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു മിത്തോളജി കുറേ അല്ല, അത് ഞാൻ ചോദിക്കാം. നിങ്ങളെ എഴുത്തിലും പാട്ടായിക്കോട്ടെ, നോവലായിക്കോട്ടെ, ഇപ്പോൾ ഓത്തുപള്ളി ഒഴികെ അതിന് മുന്നോട്ടുള്ള ബാക്കിലുള്ള നോവലുകളിലൊക്കെ ഹിന്ദു മിത്തോളജി കാര്യമായിട്ട് ബിംബങ്ങളൊക്കെ അങ്ങനെ വേണം. നമ്മളിതിൽ ഈ ശീവേലി
കുറിച്ച് ഞാൻ ഓത്തുപള്ളിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അതാണ് ബ്രിട്ടാസ് എന്ന് പറഞ്ഞത്. അതെ അതെ. ഈ ഒരു മുസ്ലിം ആയ ആള് അതും വടക്കേ മലബാറിന്റെ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ഹിന്ദുത്വത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് സഹവാസം കൊണ്ടും നമ്മളെ അന്നങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് കിട്ടിയ. പിന്നെ സിനിമ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെമ്പിൽ താമസിക്കുന്നു. കുലശേഖരമംഗലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് തിയേറ്റർ ഉള്ളത്. അപ്പോൾ കുലശേഖരമംഗലത്ത് പോകണം, ഒരു 3 കിലോമീറ്റർ നടക്കണം. ഓഹോ. അപ്പോൾ വാപ്പാക്ക് കുലശേഖരമംഗലത്തും ബിസിനസ്സുണ്ട്, ചെമ്പിലും ബിസിനസ്സുണ്ട്. ഞങ്ങൾ വാപ്പാക്ക് കുടുംബപരമായിട്ട് അരിക്കച്ചവടം, പുകയില കച്ചവടം, ജൗളിക്കട, അരി ഹോൾസെയിൽ, അങ്ങനെ ജൗളിക്കട വെച്ചാൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പുകയിലയുടെ ലൈസൻസ് ഉണ്ട്, കയറിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. ഓഹോ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ കയറിൻ്റെ ബിസിനസ് ഉണ്ട്. അങ്ങനെ 4 ബിസിനസ്. പിന്നെ അത്യാവശ്യത്തിൻ്റെ കൃഷിയാണ്. ഞങ്ങൾക്ക് ചിലവും കഴിഞ്ഞ് 10,000 നടക്കാളും നെല്ലും കൃഷി ചെയ്ത് വരുമായിരുന്നു. അങ്ങനെ 2 രീതിക്കും കർഷകർ ആ കാലത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അത്ര അനുഭവിച്ചിട്ടില്ല. അല്ലേ, നമ്മൾക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. ഞാനൊക്കെ ജനിക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ മുറ്റം നിറച്ച് നെൽക്കതിരി ഇങ്ങനെ കട്ടി വെച്ചിട്ടുണ്ടാവും. അത് കുറെ പണിക്കാരും അവരും അത് മെതിക്കുന്നു, നെല്ല് പാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് തുറു കെട്ടിയിട്ട് പശുക്കളുണ്ട്, തറവാട്ടി പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പശുവിന് കൊടുക്കാനുള്ള തുറു ഇങ്ങനെ ഒരു 2 എണ്ണം ഉണ്ടാകുന്നു. ആ തുറുവിൻ്റെ മുകളിൽ കയറി കോഴിമുട്ട ഇടുന്നു. കോഴിമുട്ടയിട്ട് അവിടുന്ന് കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുന്നു. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് നാട്ടുമ്പുറത്തിൻ്റെ ഇതിൽ. അപ്പോൾ അങ്ങനെ ഈ തിയേറ്ററിൽ സിനിമ കാണാൻ ഞങ്ങൾ വാപ്പ കൊണ്ടുപോകും. അങ്ങനെ കുലശേഖരമംഗലത്ത് സിനിമ കാണാൻ കൊണ്ടുപോകും. ഞാൻ ആദ്യം കണ്ട സിനിമ മധു അന്തം വിട്ടു പോകും. ഉദയായുടെ സീത എന്ന് പറയുന്ന സിനിമ. അത് ഏത് വർഷത്തിലാണ്? 62 60. ആ സിനിമയിലെ സീനൊക്കെ കണ്ടി കാട്ടുതീ പിടിക്കുമ്പോൾ എല്ലാവരും മനുഷ്യനൊക്കെ അതിൽ പെട്ടു പോണതും ഇവരിങ്ങനെ പാട്ട് പാടി ഉറക്കാൻ ഞാൻ താമരപ്പൂം പെയ്തലേ പാട്ടും അതൊക്കെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് മണവാട്ടി, ആദ്യകിരണങ്ങൾ, കുപ്പിവള, കുട്ടിക്കുപ്പായം, തൊമ്മൻ്റെ മക്കൾ, അങ്ങനത്തെ കുറേ സിനിമകൾ. ഇതൊക്കെ വാപ്പ കൊണ്ടേ കാണിക്കുന്ന സിനിമകളാണ്. അങ്ങനെ ഈ സിനിമ കാണുമ്പോൾ വേറെ താമസം ഞങ്ങൾക്ക് ചെറിയ പിള്ളേരാണ്. ഞാനൊക്കെ തറവാട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട് മാറി. അപ്പോൾ 5ാം ക്ലാസ് വരെ തറവാട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇത് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സിനിമ കാണാനൊക്കെ കൊണ്ടു നടക്കണം. ഈ കൊണ്ടുപോകുമ്പോൾ 2 പേരെ എക്സ്ട്രാ കൊണ്ടുപോകും, ഒരു തങ്കപ്പനും പുരുഷനും. അവർ 2 പേര് ഉറങ്ങിപ്പോണവരെ ചുമക്കാൻ തിരിച്ചു വരും. നിങ്ങളും ഇച്ചയൊക്കെ ഉറക്കമില്ല? ഞാനും ചകയും മൂത്ത പെങ്ങളും ഉണ്ട്. ഞങ്ങൾ 3 പേരാ പോവുക. സക്കരിയ ചെറുതാ, അനിയൻ ചെറുതാ. അപ്പോൾ അവനില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരെയും കൊണ്ടായി പോകുന്നത്. അപ്പോൾ അതിന് ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ അവരെയൊക്കെ എടുത്തോണ്ട് വരാൻ ഇവർക്കും ടിക്കറ്റ് എടുത്ത് സിനിമ കാണിക്കും, ഞങ്ങൾക്കും ടിക്കറ്റ് എടുത്ത് സിനിമ കാണിക്കും. അങ്ങനെ ഒരു സിനിമ. പിന്നെ ഈ സിനിമ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സിനിമ അത് എനിക്ക് അന്ന് തോന്നിയെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ ടെക്നോളജിയോടുള്ള ഇപ്പോൾ എനിക്കും ചായക്കും ഒക്കെ അങ്ങനെയുള്ള ചില താല്പര്യങ്ങളുണ്ട്. ഈ ഗാഡ്ജറ്റ്സിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. എനിക്ക് ഈ ചില പുതിയതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. TV ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ക്ലാരിറ്റി TV ഏതാണെന്ന് നോക്കിയൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു താല്പര്യമാക്കി ടെക്നോളജി. കാരണം നമ്മൾ കാണുന്ന സാധനങ്ങൾ നമുക്ക് ഈ ക്ലോസപ്പ്, കടലിൻ്റെ ക്ലോസപ്പ്, ഈ കണ്ണ് കരയുന്നതിൻ്റെ ക്ലോസപ്പൊക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുക. അപ്പോൾ അതായിരിക്കും സിനിമയോട് തോന്നിയ ഒരു അഭിനിവേശം. ചാകി MGRന്റെ സിനിമകൾക്ക് ആവേശത്തോടെ കണ്ട് വാൾപ്പയറ്റം കാലത്തെ കുതിര പുറത്തൊക്കെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കളിക്കൂലേ, വാൾപ്പയറ്റ് വെള്ളത്തിലെ കുളമുണ്ട്, തറവാട്ടി കുളം കുളിക്കുക. കുളത്തിൽ കിടന്ന് കുത്തി മറിഞ്ഞ് വാൾപ്പയറ്റം നടത്തി. ശരി. പിന്നെ മൂപ്പര് ഈ സിനിമയിലേക്കുള്ള അഭിനിവേശവും സിനിമയിലേക്ക് പോകുന്നതൊക്കെ ഓർമ്മയുണ്ടോ? പക്ഷേ ഇത് ആൾക്കാർ ചോദിക്കുമ്പോൾ ഒരു പരമ്പരാഗത അഭിനയ നേതാക്കളൊന്നും ഇല്ല ഞങ്ങളുടെ കുടുംബത്തിൽ. അങ്ങനെ പാപ്പ നല്ല വോളിബോൾ പ്ലെയർ ആയിരുന്നു. പാപ്പ നന്നായിട്ട് വോളിബോൾ കളിക്കുമായിരുന്നു. പാപ്പ നല്ല ഹൈറ്റും ഭയങ്കര സുന്ദരനും ഒരു സംഭവമായിരുന്നു പാപ്പ. ആ പടം വാങ്ങിയത് ഞങ്ങൾക്ക് ആർക്കില്ല, മമ്മൂട്ടിക്കുമില്ല, പാപ്പയുടെ സൗന്ദര്യമൊന്നും ആർക്കില്ല. അപ്പോൾ അങ്ങനെ ഇതിരുന്നിട്ട് അപ്പോൾ അമ്മാവന്മാർ ആരോ ഒരാൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നു, വലിയ മൂത്തമ്മാവൻ. അല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇതൊന്നുമില്ല. പിന്നെ ഈ സിനിമയുടെ ആവേശം എന്ന് വെച്ചാൽ പുള്ളിക്ക് സിനിമയോട് ഭയങ്കര കമ്പമായിരുന്നു. അന്ന് പുള്ളി സ്ഥിരമായിട്ട് എല്ലാ സിനിമാ മാഗസീനുകളും, അതായത് സിനിമാ മാസിക, ചിത്രരമ, സിനിരമ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാസികകളൊന്നും ഇറങ്ങി, അരുണ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാസികകൾ. പിന്നെ എല്ലാ സിനിമയുടെയും നോട്ടീസുകൾ അന്നൊക്കെ ഈ ഒരു വണ്ടിയിലല്ല, ഇങ്ങനെ ഒരു പോസ്റ്റർ ഇങ്ങനെ വടിയെ കുത്തിയിട്ട് ഒരു പടം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിടിച്ചിട്ടുണ്ട് ഒരാൾ വരും, ഒരാൾ ചെണ്ടയും കൂട്ടി കൊണ്ടുവരും, ഒരാൾ നോട്ടീസ് ഇങ്ങനെ വിതരണം ചെയ്യും. നമ്മുടെ നാട്ടിൻപുറത്തെ കൂടി ഇങ്ങനെ നാട്ടിൽ കൊണ്ടുവരും. നമ്മളെ ജീപ്പിൽ അനൗൺസ് ചെയ്ത് വരും. അതൊക്കെ പിന്നീടാണ്, അതൊക്കെ പിന്നെ അത് ആദ്യം ഇതായിരുന്നു. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ആ പാടവരമ്പ് കൂടി കയറി ഇങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തറവാട്ട് വീടിൻ്റെ നോക്കിയാൽ നേരെ കുറേ ദൂരെ പാടം കാണാം, കൃഷിസ്ഥലം കാണാം. അപ്പോൾ അതിൻ്റെ പാടവരമ്പത്തോട്ട് ഇങ്ങനെ നടന്നൊക്കെ ഇങ്ങനെ നമുക്ക് എൻ്റെ പുസ്തകങ്ങളിൽ ചിലതിലൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എഴുതുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള ആളുകളുടെ ഒരു ഫ്ലേവറൊക്കെ വരും, ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ആ നോട്ടീസുകളെല്ലാം ഇന്ന് കളക്ട് ചെയ്തു. പക്ഷേ ഈ സങ്കടം എന്ന് വെച്ചാൽ അതൊന്നും സൂക്ഷിച്ച് വെച്ചില്ല. ശരി.
മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ നാനാ ചിത്രഭൂമി, വെള്ളി നക്ഷത്രം ഒക്കെ ഇറങ്ങിയ കാലത്ത് ആ ഞാനവിടെ ആദ്യം ലക്കം മുതലുള്ളത് കളക്ട് ചെയ്തിട്ട് ഒരു 6-8 കെട്ടുകളാക്കി ഇങ്ങനെ അടുക്കി മച്ചപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അതെല്ലാം കൂടി എടുത്ത് കൊടുത്തു ആർക്കും തൂക്കി വയ്ക്കാവനോ എന്തോ ഞങ്ങളുടെ വീട് മാറിയപ്പോഴേ എന്തോ. ഇപ്പം അതാലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. എങ്കിൽ പിന്നെ ആ പുസ്തകം, ആ പഴയ നാനായ വെള്ളി നക്ഷത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് ചാനലിൽ സുഖമായിട്ട് ചെയ്യാമായിരുന്നു. അത് നോക്കി പറഞ്ഞാൽ മതിയായിരുന്നു. ഗോസിപ്പുകളൊക്കെ ഇപ്പൊ ഇൻഫർമേഷൻ ഭയങ്കര ഒരുപാട് സംഭവങ്ങൾ അന്നൊക്കെ ഇച്ചാക്കട ഒരു കവർ പേജൊക്കെ നാനായിൽ അടിച്ചു വന്നത് മുന്നേറ്റം അഭിനയിക്കുമ്പോൾ ഇച്ചാക്കട രതീഷിനെ കൂടി ഒരു ഫോട്ടോയാണ് ആദ്യമായിട്ട് ഇച്ചാക്കട നാനയുടെ ഫുൾ കവർ പേജ് അടിച്ചു വരണം. അതൊക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന. പിന്നെ വിൽക്കാണ്ട് സ്വപ്നങ്ങളിൽ ഒരു സ്റ്റില്ല് ഞാനവിടെ സെൻട്രൽ പേജിന്റെ സൈഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതൊക്കെയാണ് നമ്മളിങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ആളുകൾ ഓൺലൈനിലൊക്കെ. അപ്പൊ ഇങ്ങനെ സിനിമ അഭിനയിക്കാനൊക്കെ പുള്ളി ഇങ്ങനെ വീട്ടിൽ പറയാതെയൊക്കെ പോണാ. ഈ അനുഭവങ്ങൾ വളച്ചുകളിൽ പുള്ളി പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പോയിട്ട് കണ്ണിലേറ്റ് അടിച്ചിട്ട് ശരിയായില്ല, അതുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് പിന്നെ കരഞ്ഞു പിഴിഞ്ഞൊക്കെ പിടിഞ്ഞൊക്കെ അഭിനയിച്ച് ശരിയായി. അങ്ങനെ പിന്നെ കാലചക്രത്തിൽ അഭിനയിച്ച ഒരു സീൻ അത് കഴിഞ്ഞൊക്കെ പിന്നെ വിട്ടു. പിന്നെ പഠിത്തം, എൻറോൾമെന്റ്, വക്കീൽ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാം. പിന്നെ അതിനുശേഷമാണ് അപ്പോൾ MT ആയിട്ടുള്ള പരിചയം, അതൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. MT ആയിട്ടുള്ള ബന്ധം, പരിചയം, അത് ചലച്ചിത്ര ഇതുണ്ടല്ലോ, കുറേ സിനിമ സംഘടനകളുണ്ടായിരുന്നല്ലോ, പുതിയ പുതിയ സിനിമകൾ കാണിക്കുന്ന ഫിലിം സൊസൈറ്റികൾ. അങ്ങനെയായിട്ട് ഫിലിം സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ MT ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് MT ദേവലോകം, ചെറുകാടൻ നോവൽ ദേവലോകം എന്ന് പറഞ്ഞ സിനിമ എടുക്കാൻ പോയപ്പോൾ അത് സഖാവ് പാപ്പച്ചൻ ആ ക്യാരക്ടർ. പക്ഷെ അത് അന്ന് ഈ ജനശക്തി ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിൻ്റെ ജനകീയ സംഭവമാണ്. പക്ഷെ ആ പടം നടന്നില്ല, അത് നിന്നുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ വിൽക്കാട് സ്വപ്നങ്ങളിലേക്ക് ആസാദ് ഡയറക്റ്റ് ആണ്. ആസാദ് മരിച്ചതിന് ശേഷം പിന്നെ MT ഡയറക്റ്റ് ചെയ്തത് പടം. പിന്നെ വിൽക്കാട് സ്വപ്നങ്ങൾ സ്ഫോടനത്തിലാണോ? അല്ല, അതിനുശേഷം പോസ്റ്ററിന് അത് മേള വന്നതിന് മുമ്പ് മേളയിൽ. അപ്പൊ വൈഫിനെയും കാണിച്ചു രാത്രി കൂട്ടിക്കൊണ്ടുപോയി പോസ്റ്റർ കാണിച്ചു കൊടുത്തൊരു കഥ മേളയിൽ വന്നു. അതിനായിട്ട് മേളയുടെ ഡിസ്ട്രിബ്യൂഷൻ വിജയ മൂവിസായിരുന്നു, അവരുടെ പ്രൊഡക്ഷനായിരുന്നു. അത് ജയന്റെ മരിച്ച സമയത്തൊക്കെ. പക്ഷെ ജയന്റെ വേഷം അല്ല പുള്ളി ചെയ്തത്. ആ കാലത്ത് നിങ്ങൾ ഈ സിനിമയില് ഫീൽഡിലൊക്കെ പോകുന്നുണ്ടോ? സിനിമ കാണാൻ പോകും. എൻ്റെ ലൊക്കേഷനിലൊന്നും ഷൂട്ടിംഗ് സ്ഥലത്തൊന്നും പോയിട്ടില്ല. അന്നും പോയാലും ഇപ്പോഴും പോയില്ല. വീഡിയോ മാഗസിൻ ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ അത് കവർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ കോഴിക്കോടൊക്കെ ഷൂട്ട് നടക്കണമെങ്കിൽ ചിലപ്പോൾ ഈ ശശിയുടെ പടം അല്ലെങ്കിൽ ജോഷിയുടെ പടമാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ പോകും. അപ്പോൾ അവർ നമുക്കിപ്പോൾ കൂട്ടുണ്ട്. സീമ, ഉർവശി, കലാരഞ്ജനി. ഈ ഉർവശിയുടെ അമ്മയുണ്ടല്ലോ വിജയലക്ഷ്മി, അയ്യോ, അവരുമായിട്ട് സംസാരിച്ചത് നമുക്ക് ഇത്ര ദിവസം സംസാരിച്ചാലും ബോധിക്കരുത്. തമാശകൾ പറയുന്നറിയാം. പിന്നെ അവരുടെ വീട്ടിൽ പോകും. ഉണ്ണിയൊക്കെ ഉള്ള സമയത്ത് മദ്രാസിൽ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക. ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സുരേഷിൻ്റെ വീട്ടിൽ പോകും, മേനക സുരേഷിൻ്റെ വീട്ടിൽ പോകും, ഷാജി കൈലാസിൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ സുകുമാരേട്ടൻ്റെ അവിടെ പോയിട്ടുണ്ട്. ഈ പൃഥ്വിരാജൊക്കെ കുഞ്ഞായിരിക്കും, മുട്ടയൊക്കെ കടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ മോഹൻലാലൊക്കെ ആയിട്ടുള്ള കണക്ഷൻ വരുന്നുണ്ടല്ലോ, അത് എങ്ങനെയാ മൂപ്പരൊക്കെ ആയിട്ടുള്ള ബന്ധം നിങ്ങൾ എന്നുള്ള ഞങ്ങളുടെ അടുത്ത് പുള്ളി ഈ ലാലിന് നമുക്ക് ഒരു ഭയങ്കര ഇച്ചിരി ചമ്മലുള്ള ഒരാളാണ് ലാൽ. എപ്പോഴും അങ്ങനെ അധികം സംസാരിക്കുന്നത് നമ്മളുടെ അടുത്തൊക്കെ അണ്ണ എന്താണ് വിശേഷം, അണ്ണാ തന്നെ എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കണതിൻ്റെ അപ്പുറത്തേക്ക് സിനിമാ കഥകളൊന്നും പറയുന്നില്ല. ഇവർ രണ്ടുപേരും കഥകളും ഇച്ചക്കായിട്ടുള്ള സംസാരം കൂടുതലും എപ്പോഴും അവിടെ വന്നാൽ തന്നെ ഈ ചകടം മൂട്ടി കയറി ഇരിക്കില്ല. ആ സൈഡിൽ പോയി ഇരിക്കും. വന്നിട്ട് ഇങ്ങനെ നമ്മൾ പുറത്ത് കാണുന്നതിന് അപ്പുറത്ത് അവർ കണക്ഷൻ അതിപ്പോൾ നമുക്കുണ്ട്. സിനിമയുടെ അപ്പുറത്തേക്ക് സിനിമ അത് തൊഴിൽ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾക്ക് സിനിമ ഒരു തടസ്സമൊന്നുമല്ലല്ലോ. എല്ലാവരുമായിട്ട് നമുക്ക് അങ്ങനെ ബന്ധമാണ്. നമ്മൾ മുമ്പ് എല്ലാവരുമായിട്ട് ഇപ്പോൾ ഗണേഷിനൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞങ്ങൾ മഹാനഗരത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ ഹോട്ടൽ റൂമിൽ ഞങ്ങൾ എന്ത് ബഹളം, ഞാൻ, മുരളി, ഗണേശൻ, ബൈജു, മഹേഷ്, ഇപ്പോൾ മഹേഷിൻ്റെ സീരിയൽ പഴയ മഹേഷ്, വിജയരാഘവൻ, അങ്ങനെ ലാലു അലക്സ് ഒക്കെ ഒരു ഭയങ്കര കമ്പനിയായിരുന്നു. അംബിക, സീമ. അപ്പോൾ സീമയൊക്കെ നമ്മൾ മദ്രാസിൽ പോയാൽ അവരുമായിട്ട് ഇങ്ങനെ സൗഹൃദം. ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ കല്യാണത്തിന് പോകും. അംബിയുടെ കല്യാണത്തിന് വീഡിയോ എടുത്തത് ഞാൻ, മുകേഷിൻ്റെ കല്യാണത്തിന് വീഡിയോ എടുത്തത് ഞാൻ. അതല്ലാതെ തന്നെ ഈ സരിതയായിട്ട് എൻ്റെ വൈഫ് നല്ല കണക്ഷനാണ്, നല്ല ബന്ധം. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്താണ് അവർ ഒരു കൊച്ചു കഥ, ആരും പറയാത്ത കഥയുടെ ഷൂട്ടിന് ഊട്ടിയിൽ നടക്കുമ്പോൾ അന്ന് ഞങ്ങൾ പോയി. ഞങ്ങളുടെ ഹണിമൂൺ ടൈമാണ് അന്ന്. അതിൽ സരിത ഉണ്ടായിരുന്നു. അങ്ങനെ സരിത ഇവിടെ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സായി. അങ്ങനെ കല്യാണത്തിനൊക്കെ കുടുംബം. പിന്നെ ഒരു മകളും കൂടി ഉണ്ടല്ലോ എനിക്ക്, മോളും കല്യാണം കഴിഞ്ഞു. അവർക്ക് 2 കുട്ടികളുണ്ട്. അവന്മാർ മോളും ഒരു മോനും രണ്ടുപേരും നന്നായിട്ട് വരക്കും. നല്ല ചിത്രം. ഒരാൾ കാരിക്കേച്ചർ ചെയ്യും, മോൻ നന്നായിട്ട് കാരിക്കേച്ചർ ചെയ്യും. അവളുടെ വേറൊരു പാറ്റേൺ ഉള്ള വരകളാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഫോട്ടോസൊന്നും ഇല്ല, എനിക്ക് കാണിച്ചു. പിന്നെ മോള് ഡിസൈൻ ചെയ്യും, ഡ്രസ്സ് ഡിസൈൻ ചെയ്യും. മരുമോൻ ഈ
കാറുകളുടെ മോഡിഫിക്കേഷൻ, അത് ശരി. ഡിസൈനിങ് അങ്ങനെ പരിപാടികൾ അങ്ങനെ പോകും. മക്ബൂൽ ഇപ്പോൾ സിനിമയിൽ അത്യാവശ്യം ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇടക്കിടക്ക് സിനിമ ഒടുവിലും ഏതെങ്കിലും സിനിമ ചെയ്തോളാൻ പറഞ്ഞിരിക്കുക. നീ ഏത് സിനിമ വന്നാലും ചെയ്യും, ഏതെങ്കിലും ഒരു സിനിമ. മൂപ്പര് അഭിപ്രായം പറഞ്ഞോ അങ്ങനെ? മൂപ്പർക്ക് അവൻ്റെ എന്നെ പറ്റിയല്ലേ അഭിപ്രായമൊന്നും പറയില്ലെങ്കിൽ അവനെ പറ്റി പുള്ളിക്ക് പ്രതീക്ഷ, അവന് സ്പാർക്കുണ്ട്. അത് ഒരു ചാൻസ് വന്നാൽ അത് നന്നാവും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യും. അവൻ പറഞ്ഞ പേഷ്യൻ്റാണ്, എത്ര വർഷം കാത്തിരിക്കാനും ഞാൻ സിനിമയിൽ എനിക്ക് അത് അവൻ്റെ പരിപാടി. അവന് എത്ര നല്ല ജോലി, അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി ഹോൾഡറാണ്. ശരി. എന്നിട്ട് ഞാൻ നല്ല എത്ര ഹോട്ടലുകളൊക്കെ ജോലി പഠിച്ചു കൊടുത്താൽ അറിയാം, ഒരു മാസം തേച്ച് നിൽക്കില്ല. അവൻ ഏതെങ്കിലും ഓഡീഷൻ പറഞ്ഞിട്ട് പോകും. 18 ഓഡീഷന് പോയിട്ട് റിജക്റ്റ് ആയിട്ടുണ്ട്. ഈ ആദ്യം അഭിനയിക്കാൻ പോയത് ഇതിൽ അസുരവിത്ത് അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് അവൻ്റെ കൂടെ അതാണ് ഫസ്റ്റ് പടം തോന്നുന്നു. അതാണ് ഫസ്റ്റ് പടം. അപ്പോൾ സീമാജി നായരൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് അവരിങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ പിന്നീട് എന്നെ കണ്ടാൽ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഒരു പയ്യനെ കണ്ട ഇക്കാനെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മകനാണ്. എന്നിട്ട് അവൻ ഇതുവരെ ആരോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല, ലൊക്കേഷൻ ആരോടും പറഞ്ഞിട്ടില്ല. ശരി. ആർക്കും അറിയില്ല. നിങ്ങളുടെ ശബ്ദമൊക്കെ മാത്രമേ ബിഹേവിയറിലൊക്കെ ഭയങ്കര സാമ്യമുണ്ട്. ഈ അവസാനമായിട്ട് ഒരു മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് പ്രത്യേകമായി പറയാൻ പറ്റുമോ? നമ്മൾ ഹോണ്ട് ചെയ്യുന്ന ചില ഓരോ കഥാപാത്രം നമ്മൾ ആ രീതിക്കാണ് നമ്മളിലേക്ക് വരിക. ഇപ്പം ഞാൻ പറയാം, നമുക്കിപ്പോൾ ഈ എന്താ പറയുക, ശമന തനിയാവർത്തനം ഞാൻ എൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ടില്ല, കാണുകയില്ല. അതുപോലെ ഞാൻ ആ സന്ദർഭം എന്നുള്ളൊരു ഒന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ജോഷിയുടെ അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഏത് സിനിമ കാണുമ്പോഴും പുള്ളിയുടെ ഭാഗം എപ്പോഴും ക്ലിയറാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ ചില സിനിമകൾ മോശമാറുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് സന്ധ്യയ്ക്ക് വിരിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അമരം. അപ്പുറം വീരഗാഥയൊക്കെ എത്രയോ വീരഗാഥ ബിഗിനിങ് ടു എൻഡ് അതിൻ്റെ കംപ്ലീറ്റ് ഡയലോഗ് എനിക്ക് കാണാൻ അറിയാം. എത്രയോ ഈ MT ഒക്കെ ആയിട്ട് എങ്ങനെ നിങ്ങളെ കണക്ഷൻ? എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ കുറേ മുമ്പാണ് ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടത്. പിന്നെ സുഖമില്ലാതെ കണ്ടില്ല. ഈ അടുത്ത കാലത്തൊന്ന് പോകണം, നിങ്ങൾ വരെ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നു. നമുക്കൊന്ന് പോയാലോ? കാരണം പുള്ളി സുഖമില്ലായിരിക്കാം, തീരെ വയ്യ. കാണാൻ പോയാൽ കാണാണ്ട് വരായിരുന്നു. ഈ എഴുത്തിൻ്റെ വായനയുടെയൊക്കെ അതിലേക്ക് പറഞ്ഞാൽ ഇച്ചക്ക തന്നെയാണ് അതിൻ്റെ കാരണം. എന്നെ കൊണ്ട് വായിപ്പിച്ചതൊക്കെ ഇച്ചക്കനെ വായിപ്പിച്ചത് വാപ്പാടാ, നീ കൊച്ചാപ്പായ പുള്ളി നേരത്തെ മരിച്ചുപോയി. ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഇച്ചക്കയുടെ കാര്യങ്ങളിൽ വിദ്യാഭ്യാസം, ഇച്ചക്കയുടെ പഠിത്തം, വായന എല്ലാത്തിലും പുള്ളി ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇച്ചക്കൊക്കെ ആദ്യം വായിക്കാൻ കൊടുത്തത് എബ്രഹാം ലിങ്കൻ്റെ ലൈഫ് ബയോഗ്രഫി, അതൊക്കെ വായിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഇച്ചക്കയുടെ വായനയിലൂടെ ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു ഒരുപാട് പുസ്തകങ്ങൾ ചെറുതിലേ തൊട്ട് വായിക്കുമായിരുന്നു. അങ്ങനെ വായന MTയുടെ എഴുത്തുകളോടുള്ള ഭ്രമം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്തുകളോടൊരു ഇഷ്ടം. ആ ഇഷ്ടങ്ങളാണ് എൻ്റെ ഭാഷ ഇങ്ങനെ ആക്കിയെടുത്തത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ മലയാളം BA ചേർന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭാഷ, കുറച്ചുകൂടെ നല്ല വാക്കുകളും ഒക്കെ കിട്ടിയത്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഈ വായനയിൽ കിട്ടുന്ന കുറേ പദങ്ങളുണ്ട്. അതും ഈ പദങ്ങൾ ഇപ്പോൾ പാട്ട് എഴുതുന്നു അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. പാട്ട് ഞാൻ എഴുതി കുറേ വെച്ചിട്ടുണ്ട്, 12 വരി കുറേ പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഈ പഴയ കാലഘട്ടത്തിൻ്റെ ഒരു ടച്ചുള്ള പാട്ടുകളാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടിയാൽ മതി. നമുക്കിപ്പോൾ എന്താ പറയുക, ആതിരക്കുള്ളിലുള്ള രാവിലൻ മേനിയിൽ ചന്ദനച്ചാറ് തളിച്ചതാരോ, ആതിരത്തെന്നലോ ആവണിപ്പൂക്കളോ ആത്മസഖി നിന്റെ നയനങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ എഴുതാൻ തുടങ്ങിയാൽ അങ്ങോട്ട് എഴുതി പോകും. കാരണം ഒരു വാക്ക് കിട്ടിയാൽ അതിൻ്റെ മുകളിൽ ഒരു 12 വരി എഴുതാൻ പറ്റുന്ന സമയം 5 മിനിറ്റ് കൊണ്ടൊക്കെ എഴുതാം. നോവൽ എങ്ങനെയാ എഴുത്തിലേക്ക്? നോവൽ ഞാൻ ഈ എൻ്റെ സോഷ്യൽ മീഡിയ എഴുത്തുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ, കുട്ടിക്കഥകൾ ഇങ്ങനെ എഴുതി വിടുമായിരുന്നു. അപ്പോൾ അതങ്ങനെ വായിക്കുമ്പോൾ ആളുകൾ നല്ല സുഖമുണ്ട്, വായിക്കാൻ സുഖമുണ്ട്, ഇതിനൊക്കെ ഒരു വായനാ സുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കി. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ എഴുതി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ എഴുതിയ കഥകളെല്ലാം കൂടി ഒരു പുസ്തകം ആക്കിയിട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചു. പക്ഷേ അതിനെപ്പറ്റി നല്ല കമൻസ് വന്നു, നല്ല ഇത് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുഴുനീള കഥ എഴുതാം എന്ന് വിചാരിച്ച് എഴുതിയാണ് ഞാൻ ആദ്യം എഴുതിയത് ദേവബന്ധനം എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിങ്ങനെ എഴുതി കുറേ ദിവസങ്ങൾ, കുറേ വർഷം കൊണ്ടൊക്കെ എഴുതണത്. ദേവബന്ധനം എഴുതാൻ തന്നെ 2-3 വർഷം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണായനം. ദേവബന്ധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വിദേശത്ത്, അതായത് ഔട്ട് ഓഫ് കേരളയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അപ്രതീക്ഷിതമായ നാട്ടിൽ നിന്നൊരു കത്ത് വരുന്നു. ആ കത്തിൻ്റെ പിന്നാലെയുള്ള സംഭവങ്ങളാണ് ആ പുസ്തകം. പിന്നെ കൃഷ്ണായനത്തിലെ ആ ഒരു മരണത്തിന് ശേഷമുള്ള ഭീകരമായ അനുഭവമാണ്. അത് വായിച്ചല്ലേ? അത് പിന്നെ എഴുതിയത് ഇത് പുരോയാനം. പുരോയാനം വെച്ചാൽ 7 ഫ്രണ്ട്സ് 70 വർഷങ്ങൾക്ക് ശേഷം അവരൊരു പ്രശ്നത്തിൽ വന്ന് പെടുകയാണ്. 70 വയസ്സുള്ളപ്പോൾ
അപ്പോൾ അതിൻ്റെ കഥയും കഥാപാത്രങ്ങളും അവരുടെ ബന്ധങ്ങളും കുറേ അതിങ്ങനെ എഴുതി വന്നപ്പോൾ എനിക്കിങ്ങനെ തല പോയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരുടെ റിലേഷൻസ് കുറേ ആൾക്കാരുണ്ട്. ഈ 7 പേരും അവരുടെ കുടുംബവും അവരുടെ മക്കളും മക്കളുടെ മക്കളും അങ്ങനെ കുറേ കണക്ഷൻസ് സാധനം. അത് വായിക്കാൻ ഞാൻ തരാം പുസ്തകം. അത് പിന്നെ പെണ്ണുടൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ത്രീയുടെ ഒരു എന്താ പറയുക, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു കഥ. പ്രതികാരം ചെയ്യുന്നത് വിവാഹം കഴിക്കാതെ കാമുകനോട് പ്രതികാരം ചെയ്യുന്നൊരു സംഭവം, അങ്ങനെ ഒരു കഥ. പിന്നെ പുരോഗമനം അല്ല ഓത്തുപള്ളി. ഈ ഓത്തുപള്ളിയുടെ അവതാരക ഞാൻ വായിച്ചിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് ആണ്. രാമകം പോലെ ബ്രിട്ടാസ് പറയുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ നോവലിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് നിങ്ങൾ 3 ജീവിതവും ജീവിക്കുന്നുണ്ട് മതപരമായിട്ട്. അതിന്റെ നായക നേതൃനിരയിലുള്ള കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാല്യകാലത്ത് 3 മതവിഭാഗങ്ങളിലൂടെ ജീവിച്ച് അവരുടെ ശൈലിയൊക്കെ അറിഞ്ഞുകൊണ്ട് വന്നതിൻ്റെ ഒരു തുടർച്ചയാണോ അതോ? അത് നമുക്കറിയാം. നമുക്കിപ്പോൾ അവിടെ ക്രിസ്ത്യൻ ചർച്ചിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വളരുകയല്ലേ. ഇത് 3 കണ്ടു വളരുക. അവിടെ ഭഗവതി ക്ഷേത്രത്തിൽ എന്താ പൂരം എന്താണെന്നും അവിടെ പടയണി എന്താണെന്നും അവിടുത്തെ തൂക്കം എന്താണെന്നും അവിടുത്തെ കലാപരിപാടികൾ ദീപാരാധന സമയത്ത് എന്താണ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അവിടുത്തെ വഴിപാടുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കണ്ടിങ്ങനെ വളരുകയാണ്. അതുപോലെ തന്നെ അവിടെ അയ്യപ്പൻ്റെ ശിവൻ്റെ അമ്പലത്തിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ പള്ളിയിൽ ഉറൂസിൻ്റെ സമയത്ത് ഇതിൽ ഉറൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വാതിൻ്റെ സമയത്ത് ആ പള്ളിയിൽ അവർ ചെറുക്കമ്പനും പെണ്ണും കൂടി ഇവർ തമ്മിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. അവിടെ വാതിൽ നടക്കുമ്പോൾ പള്ളിയിലെ മറ്റേ മക്ബറയിൽ പോയിട്ട് ചന്ദനത്തിൽ കത്തിച്ച് വെച്ചിട്ട് വയറ്റുവേദന മാറാൻ മണ്ണ് വാരി തിന്നിട്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതങ്ങനെ നമ്മൾ കണ്ടു വളർന്നതാണ്. അപ്പോൾ അതിൻ്റെ എഴുത്തിൽ എങ്ങനെ ഇനിയിപ്പോൾ ഒരു എഴുതണം. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കണം തുറക്കണം. അതൊരു ഫാൻറ്റസിയാണ്. അത് ഗന്ധർവ സങ്കല്പങ്ങളുണ്ടല്ലോ. ഈ ഋതുമതികളായ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടന്നാൽ രാത്രി സഞ്ചാരികളായ ആകാശകാരണത്തിൽ നിന്ന് ഗന്ധർവന്മാരെ ആകർഷിക്കുമെന്നും അവരിലേക്ക് ശരീരത്തിൽ പ്രവേശിക്കുമെന്നൊക്കെ ഉണ്ട് ഒരു കഥയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് പിന്നെ ഈ സർപ്പങ്ങളെ ആരാധിക്കുന്നവർ ഈ സർപ്പങ്ങളിൽ പ്രണയം ഉണ്ടല്ലോ, സർപ്പപ്രണയങ്ങളുണ്ട്. അതൊക്കെ ഫാൻറ്റസിയാണ്. പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ചില പെൺകുട്ടികളോട് സർപ്പങ്ങൾക്ക് പ്രണയം, സർപ്പങ്ങൾ കൂടെ വന്ന് ബെഡിൽ വന്ന് സഹശയനം നടത്തുന്ന അതൊക്കെ അങ്ങനെ അതും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പുസ്തകമാണ്. പുസ്തകത്തിന് ഇപ്പോൾ തൽക്കാലം ഞാൻ എഴുത്തിലാണല്ലോ. തൽക്കാലം അതിൻ്റെ ഒരു എഴുത്തിലാണ്. ചില ആളോട് സംസാരിച്ചാൽ കേട്ട കഥകൾ പിന്നെയും തീരാതെ അവിടെ കിടക്കും. ഇക്ക സംസാരിച്ചത് നമുക്ക് തീർന്നിട്ടില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചല്ലല്ലോ സംസാരിക്കുന്നത്. ആകാശങ്ങളിലെ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാവുന്ന ഒരു ആത്മധൈര്യവും ഒരു അഹങ്കാരവും ഒരാക്രാന്തവും. അപ്പോൾ ന്യൂസ് സെറ്റ് ഹൗസിൽ ഇനിയും ഒരു എപ്പിസോഡ് കൂടി നമുക്ക് ചെയ്യാം. ടോക്ക് ഷോ നമുക്ക് ആവർത്തിക്കാം. ഇതിപ്പോൾ തന്നെ കുറേ ഇത് തീരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും നേരം രസകരമായി സംസാരിച്ചതിന് വളരെയധികം സന്തോഷം. വീണ്ടും സന്ധിക്കില്ല. താങ്ക് യു. താങ്ക് യു എല്ലാവർക്കും.